ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ നട്ട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. പ്ലാൻ വോട്ട് പൈ എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മൾ ഈ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിയിരിക്കുന്നത്. ഒരു കോംബോ ഓഫറിലാണ് നമ്മൾ ഈ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിയിരിക്കുന്നത്. ഈ കോംബോ ഓഫറിൻ്റെ ഏതൊക്കെ പ്ലാന്റ്സുകളാണ് വരുന്നതെന്നും അവയുടെ പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. നമുക്കപ്പം വീഡിയോയിലോട്ട് പോകാം. ഇവരുടെ പാക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല പാക്കിംഗ് ആണ്. പ്ലാന്റ്സിനൊന്നും ഒരു കേടുപാടുകളും വരാത്ത രീതിയിലുള്ള പാക്കിംഗ് ആണ് ഇവരുടേത്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. DTDC കൊറിയർ സർവീസ് വഴിയാണ് ഈ പ്ലാന്റ്സുകളൊക്കെ വന്നത്. പ്ലാന്റ്സുകളെല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. കുറച്ച് മണ്ണിനകത്ത് കവർ ചുറ്റി അതിൽ റബ്ബർ ബാൻഡ് ഇട്ടാണ് ഇവർ പ്ലാന്റുകളൊക്കെ അയച്ചിരിക്കുന്നത്. പോട്ടോട് കൂടി അയച്ചു കഴിഞ്ഞാൽ കൊറിയർ ചാർജൊക്കെ കൂടും, വെയിറ്റൊക്കെ കൂടുന്നുണ്ട്. പോട്ടുകളൊന്നും ഇല്ലാതാണ് അയച്ചിരിക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഫ്രഷ്നെസ് ആയിട്ടാണ് പ്ലാന്റുകളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ 15 പ്ലാന്റ്സും പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു പ്ലാന്റിൻ്റെ ഒരു വേര് പോലും പൊട്ടിയിട്ടില്ലായിരുന്നു. എല്ലാം നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ പാക്ക് ചെയ്ത് അയച്ചിരിക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളുമാണ്. ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങളും പ്ലാന്റ്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവവും കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സും പരിചയപ്പെടാം. ഇത് ഗരുഡ വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. സീഡ്ലിങ്സ് ആണെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇതിൽ ചെറിയ പ്ലാന്റ്സ്, കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ചെറിയ പ്ലാന്റ്സ്, ബാക്കിയെല്ലാം അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ്. ഇത് ഗരുഡ വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. പിന്നുള്ളത് എമറാൾഡ് റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇത് വളരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുന്നത്. ഇത് സീഡ്ലിങ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവാത്തത്. ഇത് വളരും തോറും അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലായി വരും. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. റെഡ് എമറാൾഡ്. പിന്നെ ഇത് ജയ്പോങ് റെഡ് എന്ന വെറൈറ്റിയാണിത്. ഇതും സീഡ്ലിങ്സ് ആണ്. അത്യാവശ്യം നല്ല പ്ലാന്റ്സുകളാണ് കേട്ടോ. എല്ലാം നല്ല പ്ലാന്റ്സ് ആണ്. ഈ വരുമ്പോൾ ഉള്ള ഒരു ഇത് കഴിഞ്ഞ് നമ്മൾ നട്ട് വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആവും. വരുമ്പോൾ ആ ഒരു വന്നതിൻ്റെ ഒരു വാട്ടലൊക്കെ കാണും. പിന്നെ അത് നമ്മൾ നട്ട് വെച്ച് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും, ഞാൻ ഇപ്പോൾ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതെ, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സുകളാട്ടോ. പിന്നെ സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഗ്ലോണിമയുടെ സ്റ്റാർ ഡസ്റ്റ്. ഇത് നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. ലീഫൊക്കെ നല്ല വലിയ, അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ്. പിന്നെ കാണിക്കുന്നത് ഇതൊരു റെയർ പ്ലാന്റ് ആണ്. സിയാം പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. അതിൻ്റെ സീഡ്ലിങ്സ് ആണ്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഇത് ചെറിയ പ്ലാന്റ്സുകളാണെങ്കിലും നമുക്ക് ഈ ചെറിയ പ്ലാന്റ്സ് വെച്ചാലാണ് ഈ നമ്മൾ വലിയ പ്ലാന്റ്സ് മേടിക്കുന്നതിനെക്കാട്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മമ്മ സാപ്ലിംഗ് ഗാർഡൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി മേടിച്ചത്. അതിൽ ആ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ടാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അതൊക്കെ നല്ല പെട്ടെന്ന് തന്നെ വളരുന്നുമുണ്ട്. നമ്മളപ്പോൾ അവർ തരുന്ന ആ ഒരു പോട്ട് മിക്സിൽ നമ്മുടെ പോട്ട് മിക്സിലോട്ട് മാറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു വളർച്ച കാണിക്കുന്നുണ്ട്. സിയാം പെർഫെക്റ്റ്. പിന്നെ കാണിക്കുന്നത് ട്രൈ കളറിൻ്റെ ഒരു വെറൈറ്റിയാണ്.
ഇതിനു മുമ്പ് ഞാൻ ഒരു ട്രൈ കളർ മേടിച്ചിട്ടുണ്ടായിരുന്നു അൺബോക്സിംഗ് ആയിട്ട്. ഇത് കോംബോ ഓഫറിൽ വന്ന ട്രൈ കളർ. ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആട്ടോ. ഇത് സീഡ്ലിങ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല മെച്യൂറായിട്ടൊരു പ്ലാന്റിനാണ് കിട്ടുന്നത്. നല്ല കളറും വന്നിട്ടുണ്ട് കേട്ടോ, കാണുമല്ലോ. നല്ല കളറൊക്കെ വന്ന നല്ലൊരു പ്ലാന്റ്. പിന്നെ 4 ക്യാരറ്റ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. നമ്മുടെ 10 ക്യാരറ്റ് പോലെ തന്നെ ഇരിക്കുന്നത്. ഈ 10 ക്യാരറ്റ് തന്നെ ആണോ ഈ 4 ക്യാരറ്റ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ അതുപോലെ തന്നെ ഇരിക്കുന്നത്. നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഗോൾഡൻ ലിപ്സ്റ്റിക് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത്. ഇനി പരിചയപ്പെടാൻ പോകുന്നത് പിങ്ക് അറോറ പിങ്ക് ലിപ്സ്റ്റിക് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ നല്ല വലിയ പ്ലാന്റ്സുകളാണ്. നല്ല സീഡ്ലിങ്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സുകളാണ്. അടുത്ത പ്ലാന്റാണ് ചെറി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. നല്ല റെഡ് കളറിലാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല കളറും ഉണ്ട്. ഇത് നല്ല വലിയ പ്ലാന്റ് ആണ്, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. ഈ പ്ലാന്റൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് മേടിക്കുവാണെങ്കിൽ, ഈ ഒരു പ്ലാന്റ് ആയിട്ടൊക്കെ മേടിക്കുവാണെങ്കിൽ 300-350 രൂപയൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഈ കോംബോ ഓഫറിൽ വരുമ്പോഴാണ് ഇതിന് റേറ്റ് കുറയുന്നത്. നല്ല പ്ലാന്റ് ആണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് മിൽക്കി വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ്. ഈ വൈറ്റിനകത്ത് ദാണ്ട് ഇങ്ങനെ പച്ച കുത്തുകളൊക്കെ വരുന്നത് ഇതാണ് മിൽക്കി വൈറ്റ്. ഇത് സീഡ്ലിങ്സ് ആണ്. സീഡ്ലിങ്സ് ആണെങ്കിലും നല്ല വലിപ്പമുള്ള ഇലയൊക്കെ ഉള്ള നല്ല പ്ലാന്റ് ആണ്. എല്ലാ പ്ലാന്റ്സും ഒരുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റെഡ് ലെക്സപ്പ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ്. നല്ല വലിയ പ്ലാന്റ്സ് ആണ്, നല്ല വലിയ ഇലയോട് കൂടിയ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് സീഡ്ലിങ്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇത് അത്യാവശ്യം മെച്യൂറായ നല്ല പ്ലാന്റ് ആണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ട്വിങ്കിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അഗ്ലോണിമ ട്വിങ്കിൾ. ഇതും നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിയ ഇലയും നല്ല ഹെൽത്തി പ്ലാന്റ്. ഇതൊക്കെ അത്യാവശ്യം സീഡ്ലിങ്സ് എന്നൊന്നും പറയാൻ പറ്റുന്ന നല്ല വലിയ പ്ലാന്റ്, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ വൈറ്റ് പീകോക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഈ പ്ലാന്റ് കണ്ട വൈറ്റ് ലെക്കാച്ചിയുടെ ഒക്കെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. എന്നാലും വൈറ്റ് ലെക്കാച്ചിയും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. വൈറ്റ് ലെക്കാച്ചിയുടെ ലീഫ് ഇച്ചിരി നീളത്തിലിരിക്കും. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റും ആണ്, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. വൈറ്റ് പീകോക്ക് എല്ലാം തന്നെ നല്ല പ്ലാന്റ്സുകളാണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ കോംബോ ഓഫറിലായതുകൊണ്ടാണ് ഈ ഒരു റേറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ റേറ്റ് കൂടുമായിരിക്കും. എല്ലാം നല്ല പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ നല്ല വില വരുന്ന പ്ലാന്റാണ്, റെയർ വെറൈറ്റിയാണ്. 1000 രൂപയൊക്കെ വരുന്ന പ്ലാന്റാണിത്. അതിൻ്റെ സീഡ്ലിങ്സ് ആണിത്. സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ ബേബി പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ബേബി പിങ്ക്, പിങ്ക് ഡയമണ്ട് എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റി. എല്ലാ പ്ലാന്റ്സും ഒരുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. എനിക്ക് ഈ 15 പ്ലാന്റ്സിനും കൂടെ 2350 രൂപയാണ് ആയത്. പിന്നെ നമുക്ക് കൊറിയർ ചാർജ് ആയിട്ട് 150 രൂപയും കൂടെ കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇത്രയും പ്ലാന്റ്സ് ഉണ്ടായതുകൊണ്ട് കൊറിയർ ചാർജ് 150 രൂപയാവും. അഥവാ ഇതിൻ്റെ എണ്ണം കുറയുവാണെങ്കിൽ 100 രൂപ ആവത്തുള്ളൂ. ഇത് 15 പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ്. ഈ 2350 രൂപയ്ക്ക് പ്ലാന്റ് ആകുമ്പോൾ ഒരു പ്ലാന്റിന് 160 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്. ചില പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ ചെറിയ സീഡ്ലിങ്സ്,
ബാക്കിയെല്ലാം നല്ല വലിയ പ്ലാന്റ്സുകളാണ്. അതിനെയൊന്നും സീഡ്ലിങ്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ്. ഈ ചെറിയ റെഡും ഇതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ്സുകളായാലും പീകോക്ക് വെറൈറ്റി ആയാലും ഇതെല്ലാം നല്ല വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇതെല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളുമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകളൊക്കെ മേടിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്ന മിക്ക സെല്ലേഴ്സും നല്ല പ്ലാന്റ്സുകളാണ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല പ്ലാന്റ്സാണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സുകളൊക്കെയാണ് അയച്ചിരിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും തന്നെ ഓൺലൈനിൽ പ്ലാന്റ്സുകളൊക്കെ മേടിക്കുമ്പോൾ ഇനി നല്ല പ്ലാന്റ്സുകളാണോ വരുന്നത്, അതോ ഇനി കളിപ്പീരാണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ കാണും. എനിക്കും അതുപോലൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ഓൺലൈനിൽ പ്ലാന്റ്സുകൾ വാങ്ങി എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ആണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോസൊക്കെ പ്രയോജനകരമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.